ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ കുഞ്ഞുങ്ങളെ, കൊച്ചുമക്കളെ, ഒത്തിരി സന്തോഷമാണ്. 2024 ക്രിസ്മസ് ആഘോഷിക്കുവാനായിട്ട് ഏറ്റവും അടുത്ത് വന്നു. ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഈ കുഞ്ഞു മക്കൾക്ക് എന്താണ് തരേണ്ടത് എന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒത്തിരി കാര്യങ്ങൾ വന്നു. ക്രിസ്മസിന് കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഒരു കാര്യം കരോള് നടത്തിക്കൊണ്ട് ക്രിസ്മസ് പപ്പ വരുന്നതാണ്. ഒരു നല്ല കടും നിറത്തിലുള്ള, ചുമപ്പ് നിറത്തിലുള്ള ഒരു ഉടുപ്പും ഒരു വളഞ്ഞ വടിയും തലയിലൊരു തൊപ്പിയും വലിയ നീണ്ട താടിയുമായിട്ട് ക്രിസ്മസ് പപ്പ വീടുകളിലും പള്ളികളിലും ക്രിസ്മസ് ട്രീയുടെ അവസരങ്ങളിലുമൊക്കെ വന്ന് ഡാൻസ് ചെയ്യുകയും സമ്മാനം തരികയും ചെയ്യുന്നതാണ്. അതാണ് കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായ ഒരു കാര്യം. രണ്ടാമത് വരുന്നത് പുൽക്കൂട്ടിൽ ഉണ്ണീശോയുടെ ഒരു രൂപം, യൗസേ പിതാവിൻ്റെ ഒരു രൂപം, അവിടെ ആടുകൾ കിടക്കുന്നത്, ഒട്ടകം വരുന്നത്, ഇങ്ങനെ മനോഹരമായി നക്ഷത്രങ്ങളും ദീപാലങ്കാരങ്ങൾ കൊണ്ടുമൊക്കെ അലങ്കരിച്ച ഒരു പുൽക്കൂട് വീട്ടിലുണ്ടാകും. അതുപോലെ തന്നെ ദേവാലയങ്ങളിലുണ്ടാകും. അപ്പം ഈ ക്രിസ്മസിനെ കുറിച്ച്, ഈ മനോഹരമായ ദിനത്തെക്കുറിച്ച്, ഇത്രയും സമൃദ്ധമായ ഒരു ദിനത്തെക്കുറിച്ച് കണ്ണഞ്ചിപ്പിക്കുന്ന ദീപാലങ്കാരങ്ങളാലും പടക്കങ്ങളും ദീപാലങ്കാരങ്ങളും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ക്രിസ്മസിനെ കുറിച്ച് എൻ്റെ പൊന്നോമനകളെ, നിങ്ങളെക്കുറിച്ച് ഓർത്തപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു കൊച്ചു പാട്ട് വന്നു. നിങ്ങൾക്കതറിയാവുന്ന പാട്ടാണ് ഞാൻ വിചാരിക്കുന്നു. ഒരു പക്ഷേ ആദ്യം പാടി തുടങ്ങുമ്പോൾ അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ 2ാം ക്ലാസ് പഠിച്ച ഓർമ്മ അവരുടെ മനസ്സിലേക്ക് വരും. പാട്ട് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: കൂകു കൂകു തീവണ്ടി. പഴയ പാട്ടാന്നാ നിങ്ങളുടെ ഓർമ്മ? അല്ല. കൂകു കൂകു തീവണ്ടി, പോകൂ പോകൂ നീ വണ്ടി, നിസ്തുല വേഗം നിർബാധം വിസ്തൃത വീതിയിൽ ഓടുക നാം. ഞാൻ ആക്ഷനോടുകൂടി കുട്ടികളെ പഠിപ്പിക്കുക ഈ പാട്ട്. കൂകു കൂകു തീവണ്ടി, പോകൂ പോകൂ നീ വണ്ടി, നിസ്തുല വേഗം നിർബാധം വിസ്തൃത വീതിയിൽ ഓടുക നാം. ഈ പാട്ട് ഒരു കൊച്ചു സിസ്റ്റർ ഉണ്ടായിരുന്നു. ആ സിസ്റ്ററിൻ്റെ പേരാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യ. കൊച്ചു ത്രേസ്യ നവമാലികയിൽ നമുക്ക് ഈ പാട്ട് കാണാൻ പറ്റും. കൊച്ചു ത്രേസ്യയുടെ അപ്പച്ചൻ്റെ പേരാണ്, ഡാഡിയുടെ പേരാണ് മാർട്ടിൻ. ഇന്ന് വിശുദ്ധനാണ്. ഈ കൊച്ചു ത്രേസ്യയെയും കൊണ്ട് പരിശുദ്ധ പിതാവിൻ്റെ അരികിലേക്ക് പോകുന്ന അവസരത്തിൽ മാർട്ടിൻ എഴുതിയ, അപ്പൻ എഴുതിയ 4 ലൈനുകളാണിത്. പരിശുദ്ധ പിതാവിനെ കണ്ടിട്ട് എൻ്റെ മകൾക്ക് 14 വയസ്സാകുമ്പോൾ ഒരു കന്യാസ്ത്രീ ആകണമെന്ന് അനുവാദം തരണമെന്ന് പറയാനായിട്ടാണ് കൊണ്ടുപോയത്. ഈ പാട്ട് നവമാലികയിൽ വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ ലിറ്റിൽ ഫ്ലവറിൻ്റെ ഓട്ടോബയോഗ്രഫിയിൽ എഴുതി വച്ചിട്ടുണ്ട്. ക്രിസ്മസിൻ്റെ സന്ദേശം ഇതാ: കൂകു കൂകു തീവണ്ടി. തീവണ്ടി ഇങ്ങനെ ഒരേ സ്പീഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മക്കൾ ഒരേ സ്പീഡിൽ കുറേയൊക്കെ ഒച്ച ഉണ്ടാക്കണം, കുറേയൊക്കെ കളിക്കണം, കുറേയൊക്കെ ചാടണം. കൂകു കൂകു തീവണ്ടി, പോകൂ പോകൂ നീ വണ്ടി. നീ ആകുന്ന വണ്ടി ജീവിതത്തിൽ ഇങ്ങനെ പഠിച്ച് ഒരു പ്രായമാവുമ്പോൾ ജീവിതാന്തസ്സിലേക്ക് കടന്ന് പോകൂ പോകൂ നീ വണ്ടി, നിസ്തുല വേഗം നിർബാധം വിസ്തൃത വീതിയിൽ ഓടുക നാം. ഈ ഉണ്ണീശോ വലുതായി. ബെത്ലഹേമിൽ ജനിച്ച ഈശോ വലുതായി. ഈ ഈശോ 30 വയസ്സായപ്പോഴത്തേക്കും യോർദാൻ നദിയിലേക്ക് ചെന്നു. വലിയൊരു പുഴയത്, വളഞ്ഞൊക്കെ ഒഴുകുന്ന, ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. ഈ പുഴയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേ അവിടെ ഒരു സ്നാപകൻ എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ നിൽപ്പുണ്ട്. സ്നാപകനോട് പറയാം എനിക്ക് മാമോദിസ തരാൻ. അപ്പോൾ ഈ സ്നാപക യോഹന്നാൻ യേശുവിൻ്റെ തലയുടെ മുകളിൽ കുറേ വെള്ളമൊക്കെ കോഴി ഒഴിച്ചു. അങ്ങനെ മാമോദിസ നൽകി. അപ്പോൾ സ്വർഗം തുറന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ സംപ്രീതനായിരിക്കുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ കൂകു കൂകു തീവണ്ടി, പോകൂ പോകൂ നീ വണ്ടി, നിസ്തുല വേഗം നിർബാധം വിസ്തൃത വീതിയിൽ ഓടുക നാം. നിങ്ങളെല്ലാ കുഞ്ഞുങ്ങളും ഓടിക്കൊണ്ടിരിക്കുന്നവരാണ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഓട്ടമാണ്.
ഒരു സാധനം മേടിക്കാൻ പറഞ്ഞാൽ ഞങ്ങളൊക്കെ നടന്ന് പതുക്കെ തട്ടിമുട്ടിയൊക്കെ പോകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങൾ പതുക്കെ ഒരൊറ്റ ഓട്ടം, ഒരു മിഠായി മേടിക്കാൻ ഒരൊറ്റ ഓട്ടം, ഒരു പൂത്തിരി മേടിക്കാൻ ഒരൊറ്റ ഓട്ടം. അപ്പോൾ അപ്പച്ചനും അമ്മച്ചിയുടെയും ഒക്കെ അരികിലാണ് ഈ ക്രിസ്മസിൽ ഉണ്ണീശോ. രണ്ടുപേരുടെ അരികിലാണ്. ഒന്ന് യൗസേ പിതാവിൻ്റെ അരികിലാണ്. ഉണ്ണീശോ വളർത്തിയ പിതാവ്. ഈശോ ജനിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. പിന്നീട് നിങ്ങൾക്ക് അത് മനസ്സിലായിക്കോളും. മാതാവിൻ്റെ അരികിൽ, അമ്മയുടെ അരികിലാണ്. ഈ അമ്മയുടെ അരികിലാണ് ഈശോ വളർന്നത്. അപ്പോൾ ആ ഈശോ ജനിച്ചത് ഒരു പുൽത്തൊഴുത്തിലാണ്, ബെത്ലഹേമിൽ. ഞാൻ അവിടെ കണ്ടിട്ടുണ്ട് കേട്ടോ മക്കളെ. ഈ പുൽത്തൊഴുത്തിൽ ഈശോ ജനിച്ച് കിടക്കുന്ന ആ സ്ഥലത്ത് അച്ഛൻ ഒത്തിരി നേരം തല വെച്ച് കിടന്നുറങ്ങി. ഉറങ്ങിയില്ല കേട്ടോ. ഉറങ്ങുന്നതിന് വേണ്ടി അവിടെ തല വെച്ചിട്ട് പ്രാർത്ഥിച്ചു, ദൈവമേ, ഞാൻ കണ്ടുമുട്ടിയിട്ടുള്ള എൻ്റെ കുഞ്ഞുങ്ങളെയും എൻ്റെ അപ്പച്ചന്മാരെയും അമ്മച്ചിമാരെയും ബന്ധുമിത്രാദികളെയും എല്ലാം അനുഗ്രഹിക്കണമേ. ഈ വർഷം ക്രിസ്മസ് ദിവസം എൻ്റെ കുഞ്ഞു മക്കൾ ഉണ്ണീശോയുടെ രൂപത്തിൻ്റെ അരികിൽ ചെല്ലുമ്പോൾ നിങ്ങൾ പറയണം, കുളിരാൽ വിറച്ച ഉണ്ണീശോയെ, എൻ്റെ അപ്പച്ചനെ അമ്മച്ചിയെ, എൻ്റെ ചേട്ടനെ അനിയത്തിയെ, എൻ്റെ വല്യമ്മയെ വല്യപ്പനെ, എൻ്റെ ചേട്ടന്മാരെ സഹോദരങ്ങളെ, എൻ്റെ അച്ഛന്മാരെ ഞാനിതാ സമർപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവിധ ക്രിസ്മസ് ആശംസകൾ നേരുന്നതോടൊപ്പം ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കുഞ്ഞുങ്ങളെ, നമുക്ക് പ്രത്യേകമായിട്ട് ക്രിസ്മസ് ദിവസം പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മളെപ്പോലെ ക്രിസ്മസ് ആഘോഷിക്കാൻ സാധിക്കാത്ത കുഞ്ഞുങ്ങളെ ഓർക്കാൻ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ഉണ്ണീശോയെ, അങ്ങ് കുഞ്ഞു ഉണ്ണീശോയായിട്ടാണല്ലോ ജനിച്ചത്. ഞങ്ങളും കുഞ്ഞുങ്ങളാണെന്ന്. ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ അപ്പച്ചനെ അമ്മച്ചിയെ ഡാഡിയെ പപ്പയെ മമ്മിയെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ചേട്ടന്മാരെയും അനിയത്തിമാരെയും എല്ലാം സമർപ്പിക്കുന്നു. ഉണ്ണീശോയെ, ഞങ്ങളുടെ കൂട്ടുകാർക്ക് പലർക്കും രോഗങ്ങളുണ്ട്. ഉണ്ണീശോയെ, അവരെയൊന്ന് നോക്കണമേ. ഞങ്ങളുടെ അപ്പനെയും അമ്മയും കാര്യമായിട്ട് നോക്കണമേ. ഉണ്ണീശോയുടെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രിയമക്കളെ, ഉണ്ണീശോ നിങ്ങളുടെ അരികിലേക്ക് അവിടുന്ന് കടന്നു വരുന്നു. ആ ഉണ്ണീശോയെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാം. ഉണ്ണീശോയ്ക്ക് എന്തെങ്കിലും ഒരു സമ്മാനം ക്രിബിൽ കൊണ്ടുപോയി വെക്കണം. നിങ്ങളുടെ കൊച്ചു നന്മ നിറഞ്ഞ മറിയം, 3 നന്മ നിറഞ്ഞ മറിയം ചൊല്ലിക്കാഴ്ച വെക്കുക. അത് വലുതായിരിക്കും. ഉണ്ണീശോയുടെ അനുഗ്രഹത്താൽ എൻ്റെ മക്കളെ, നിങ്ങളെ ദൈവം അനുഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് സൗഖ്യം നൽകുന്നു. ദൈവമേ നന്ദി, ദൈവമേ ആരാധന.